ഹായ് ഗൈസ്, ദൃശ്യം 3യുടെ വൺ വേർഡ് റിവ്യൂ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് മൂവി. എസ്പെഷ്യലി ലാലേട്ടൻ ഫാൻസിൽ എന്തായാലും ഈ പടം ഇഷ്ടം. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ദൃശ്യം 3 ഈ പടം ഒരു ജോർജ് കുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ കാണുന്ന പോലത്തെ ഒരു സിനിമയാണിത്. കൂടുതലായിട്ടും പുള്ളിയുടെ ക്യാരക്ടറിനെ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്. നമ്മൾ ദൃശ്യം 1ഉം 2ഉം നോക്കുകയാണെങ്കിൽ നമ്മൾ തേർഡ് പേഴ്സൺ ആയിട്ട് ജോർജ് കുട്ടീനെ കാണുകയാണെങ്കിൽ ഇത് നമ്മൾ ജോർജ് കുട്ടിയുടെ കൂടെ ട്രാവൽ ചെയ്ത് കാണുന്ന പോലെ നമുക്ക് തോന്നാം. സോ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഇതിൽ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ലാസ്റ്റ് 20 മിനിറ്റ്സ് ഒക്കെ അടിപൊളിയാണ്. മെയിൻലി ലാലേട്ടൻ ശരിക്കും ഈ പടത്തിൽ ലാലേട്ടൻ തൂക്കിയുണ്ട് പുള്ളിയുടെ ക്യാരക്ടർ. പിന്നെ പറയുകയാണെങ്കിൽ ഗോപി മുരളി എപ്പോഴും പോലെ തന്നെ പുള്ളിയുടെ ആ ഓറ നമുക്ക് പടത്തില്ല കുറച്ച് ടൈമിൽ തന്നെ പുള്ളി നമ്മളെ കൊണ്ട് ഫീൽ ചെയ്യിപ്പിച്ചു അത്. പിന്നെ ഇതിൽ എസ്പെഷ്യലി എസ്തറനിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കുറച്ചും കൂടി അടിപൊളി ചെയ്തിട്ടുണ്ട്. ഓവറോൾ നമ്മൾ 1ഉം 2ഉം കമ്പയർ ചെയ്യേണ്ട, കാരണം അതൊരു ലീഗാണ്. സോ അത് കമ്പയർ ചെയ്യാതെ ഇത് പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ പടം പിടിക്കും. കാരണം ഇത് 3ൽ കുറച്ച് ഡ്രമാറ്റിക് ആണ്. നമ്മൾ 1ഉം 2ലും കാണുന്ന ഒരു നാച്ചുറൽ ഫ്ലോയിലില്ല. പക്ഷെ എന്നാലും എസ്പെഷ്യലി ഇറ്റ്സ് എ ഗുഡ് മൂവി. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോകാൻ ഡിസപ്പോയിൻ്റ് ആവില്ല. എല്ലാ ദൃശ്യത്തിലുള്ള പോലെ ഇതിന് ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സുള്ള ഹൈപ്പ് ഇതിലുണ്ട്. സോ എന്തായാലും നിങ്ങൾ ഡിസപ്പോയിൻ്റ് ചെയ്യില്ല. എന്തായാലും നിങ്ങൾക്ക് കാണാം ദൃശ്യം 3.